ഹലോ, നമ്മുടെ ഓർമ്മയിലായിക്കൊണ്ടിരിക്കുന്ന നെൽകൃഷിയെക്കുറിച്ചാണ് പറയാനുള്ളത്. കുട്ടനാട്, അപ്പർ കുട്ടനാട് നിൽക്കുകയാണ്. നമ്മൾ ട്രിവാൻഡ്രത്തുള്ള കുറച്ച് സുഹൃത്തുക്കൾ, നല്ല ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, അവരുടെ ബിസിനസ്സും കഴിഞ്ഞ് അവരുടെ ഒഴിവ് സമയങ്ങളിൽ കൃഷി ഒരു പാഷനായിട്ട് എടുത്തുകൊണ്ട് ചെയ്യുന്നു. അത് കാണാൻ വേണ്ടി നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് വന്ന് 2-3 സുഹൃത്തുക്കളുണ്ട്. മനോജ്, അതുപോലെ ദിനേശൊക്കെ ഉണ്ട്. നമ്മുടെ കൃഷി ഓഫീസർ ഇവിടെ ഉണ്ട്. ചേട്ടാ, എന്താണ് ഈ കൃഷിയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഇത് കാലങ്ങളായിട്ട് തരിച്ചു കിടന്ന ഒരു നെൽപ്പാടമാണ്. ഒരു കൂട്ടം യുവാക്കൾ അത് പാട്ടത്തിനെടുക്കുകയും അത് കോട്ടയം ജില്ലയിലെ നീണ്ടൂർ എന്ന് പറയുന്ന കൃഷിഭവൻ പരിധിയിലുള്ള ഒരു പുത്തങ്കരി പാടശേഖരത്തിലാണ് ഈ കൃഷി ചെയ്ത് അത് ഒരു വൻ വിജയമാക്കി മാറ്റിയത്. ഇത് ഒരു പുതുതലമുറയിൽപ്പെട്ട എല്ലാവർക്കും ഇത് അനുകരിക്കാവുന്നതാണ്. എത്ര കിലോയ്ക്ക് എത്ര കിട്ടും? കിലോയ്ക്ക് കൃഷി വകുപ്പ് കിലോയ്ക്ക് 32 രൂപ വീതം ഇത് നെല്ല് സംഭരണത്തിന് സംഭരിച്ച് സപ്ലൈകോ വഴി മില്ലുകൾക്ക്. ഇതിൽ നെൽകൃഷി ഇപ്പം ലാഭകരമാണ്. കാരണം നെൽകൃഷി ലാഭകരമല്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ കൂട്ടായ്മയിലൂടെ കൂടുതൽ ഏരിയ നെൽകൃഷി ചെയ്യുകയാണെങ്കിൽ നെൽകൃഷി ലാഭകരമാണ്. ഇതിൽ പറയത്തക്ക ഒരു പ്രകൃതിക്ഷോഭങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെ കീടരോഗങ്ങളൊന്നും അധികം ബാധിച്ചിട്ടില്ലായിരുന്നു. അപ്പം അത് ഏറ്റവും ഒരു ഏക്കറിന് 2000 കിലോയോളം അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ശരാശരി വിളവ് തന്നെയാണ്. ഇത് 120 ദിവസം ആയ ഉമ നെൽവിത്താണ് ഇവിടെ. 110 ഏക്കറാണ് അവർ യുവാക്കളായ അവർ ചെയ്തത്. സാങ്കേതിക ഉപദേശം ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. താങ്ക് യു.